ഹലോ, വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. ബിജു ഒന്നും ഇവിടെ ഇല്ല, അത് കാരണം ഞാൻ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എല്ലാവരുടെയും വെൽ വിഷസിനും പ്രാർത്ഥനയ്ക്കും. പക്ഷേ അപ്ഡേറ്റ് എന്താ വെച്ചാൽ തിങ്സ് ആർ നോട്ട് ദാറ്റ് ഗുഡ്. ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞു ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, ആ ചെയ്ത തെറാപ്പിസ്റ്റ് വേറെ ആയിരുന്നു. അതുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു 2 തെറാപ്പിസ്റ്റിന് അടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് അവർ 2 പേര് ചെയ്തപ്പോഴും എൻ്റെ പെയിന് ഭയങ്കരമായിട്ട് കൂടി. ആക്ച്വലി ഐ വെൻ ബാക്ക് ടു സ്ക്വയർ വൺ. അത്രയ്ക്ക് വേദനയായി. അപ്പോൾ ഇപ്പം ഒരു ആഴ്ചയ്ക്ക് ഞാൻ സ്റ്റെറോയിഡ് മഴയായിരുന്നു, വിച്ച് ഹെൽപ്പ് സിഗ്നിഫിക്കൻ്റ്ലി. പക്ഷേ സ്റ്റെറോയിഡ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങി ടൈറ്റ്നെസ്സൊക്കെ. അപ്പോൾ ഇപ്പം MRI ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്നിട്ട് എന്താ റീസൺ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് വീഡിയോകളൊന്നും ഇപ്പോഴും സ്ഥിരമായിട്ട് കാണാത്തത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി കുറേശ്ശെ നമ്മൾ തിരിച്ച് പഴയ ബേസിലേക്ക് വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ഞാൻ 1 മാസം മുന്നേ ഷൂട്ട് ചെയ്താണ്. എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴേ സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഗാർഡനൊക്കെ പച്ചക്കറിയൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നു, മുരിങ്ങ വറക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എല്ലാം കഴിഞ്ഞു, എല്ലാ ചെടി ഉള്ളിൽ കൊണ്ടുവന്നു ഞാൻ. അപ്പം ജസ്റ്റ് ആ ഒരു കാര്യം പറയാൻ കേട്ടോ. ആസ് യൂഷ്വൽ മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് ആപ്പിൾ സൈഡർ വിനെഗർ. ഞാൻ ഇത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒരു സാൻഡ്വിച്ചാണ്, എഗ് സാൻഡ്വിച്ചാണ് കഴിക്കുന്നത്. എഗ് സാൻഡ്വിച്ച് ഈ ഒരു മൾട്ടിഗ്രെയിൻ ഇംഗ്ലീഷ് മഫിൻ ഉള്ള ബ്രെഡ് വെച്ചിട്ടാണ് കഴിക്കുന്നത്. മൾട്ടിഗ്രെയിൻ ആയതുകൊണ്ട് ഇറ്റ്സ് ഹെൽത്തിയർ. 1/3 ലെസ് കാലറീസ് ദാൻ റെഗുലർ മഫിൻ. ഒരു സാധാരണ ഓംലെറ്റാണ്, ഉപ്പും ഉള്ളിയും മാത്രം ഇട്ടിട്ടുള്ളൂ. ഇത് വെറുതെ ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തേക്കാണ്. ജസ്റ്റ് നമ്മുടെ മാഗി ഹോട്ട് ആൻഡ് സ്വീറ്റ് കെച്ചപ്പ്. ഞാൻ ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു തുടങ്ങി. അതൊക്കെ ഓഫ് ആൻഡ് ഓൺ ആണ്, സ്ഥിരമായിട്ടൊന്നുമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 3:15 ലഞ്ച് കഴിച്ചേ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 9:50 10 മണിയാവറായി. അപ്പോൾ 18.5 hours ഓൾമോസ്റ്റ് ആയി. അഗൈൻ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് അല്ല, ഓരോ ദിവസത്തെ സൗകര്യം അനുസരിച്ചാണ് ചെയ്യണേ. വിശക്കുന്നൊന്നുമില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിറച്ച് പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിശക്കൂലാന്ന്. അപ്പോൾ എനിവേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതും കുറച്ച് കാഷ്യും ചായയാണ്. ഞാൻ മുരിങ്ങ ഇല പറിക്കാൻ വന്നപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഭയങ്കര എക്സൈറ്റിംഗ് കാര്യം കാണിച്ചു തരാം. എനിക്ക് എക്സൈറ്റിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് പൂക്കും മുരിങ്ങ കായ് വരുകയും ചെയ്യും. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ടു ലേറ്റ് ഇൻ ദ സീസൺ. നമുക്ക് സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോഴാണ് ഇത്രയും വലുതായിട്ട് ഇത്രയായിട്ട് ഞങ്ങൾക്ക് മുരിങ്ങ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആക്ച്വലി 4 ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് കണ്ടോ ഇവിടെ പറഞ്ഞാൽ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു 3 ആഴ്ച മുന്നേ ഹെയിൽ സ്റ്റോം ഉണ്ടായിരുന്നു. ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിപ്പഴം ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് ആ കാണുന്ന മുഴുവൻ ഐസിന്റെ കഷ്ണങ്ങളാണ്. ആലിപ്പഴം നമ്മൾ നാട്ടിൽ പറയില്ലേ. ആ ഹെയില് വന്നിട്ട് ഇതിന്റെ കമ്പ് ഒടിഞ്ഞു പോയി. അത് കാരണം ഇതൊന്നും ഒരെണ്ണം ഉണങ്ങിപ്പോയി. ഇങ്ങനെ നോക്കി നിൽക്കുക വലുതാണല്ലോ, ഇങ്ങനെ മെലിഞ്ഞ് മുരിങ്ങക്കായ. എന്തായാലും സാറില്ല, അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ സോ മെനി ഇയേഴ്സ് ആക്ച്വൽ മുരിങ്ങക്കായ ഉണ്ടായി. ഇത്രയും ചീരയും മുരിങ്ങയിലയും കിട്ടിയിട്ടുണ്ട്. അപ്പം തോരൻ വയ്ക്കാനാണ് പരിപാടി. മുരിങ്ങയില മാത്രം തോരൻ വയ്ക്കാൻ മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നോക്കട്ടെ. ഒരു സിമ്പിൾ ചോറാണ്. നമ്മൾ വീക്കെൻഡ് മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ. അല്ലാത്തപ്പം ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, കോളിഫ്ലവർ റൈസാണ് കഴിക്കുന്നത്. അപ്പം ചോറും ഒരു മോരൂട്ടാനും തോരനും ചിലപ്പോൾ വേണമെങ്കിൽ ഒരു മീൻ വറക്കാൻ കഷ്ണം. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി വേണം നോക്കട്ടെ. again പുതിയ റെസിപ്പി ഒന്നും അല്ല ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതേ ചോറ് മോരൂട്ടാൻ തോരൻ രണ്ടും സെപ്പറേറ്റ് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് മുരിങ്ങയിലയും ഒന്ന് ചീരയും. എന്നാൽ പിന്നെ വീക്ക് ഡേ ഞങ്ങൾക്ക് ലഞ്ചിന് കറിയായല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാം പാരലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേഗം തീർത്തിട്ട് ഞാൻ ഗാർഡൻ്റെ പണി തുടങ്ങാൻ ഒത്തിരി ക്ലീനപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ബാക്ക് യാർഡിൽ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഹോൾ സീസൺ. അപ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കാണ്. പക്ഷെ എന്നാലും ഇത് കണ്ടോ, നല്ല പൂവ്. അതേ ജമന്തിയൊക്കെ പൂത്ത് തുടങ്ങി. ഒക്കെ ഇങ്ങനെ വീണ് കിടക്കുക. സപ്പോർട്ടൊന്നും കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. തന്നെത്താനെ ഒരു കെയറും ഇല്ലാണ്ട് പൂക്കുന്ന സാധനങ്ങളാണ് മുഴുവൻ പൂത്ത് വെക്കണേ. അതുമല്ല ഇതൊക്കെ കണ്ടില്ലേ, ഉണങ്ങി ഇത് വെട്ടണം. ബിക്കോസ് ഇത് നോക്കിയേ, ഇത് മുഴുവൻ വെട്ടി കഴിഞ്ഞ് ഒടിഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നിച്ച് കാണാൻ നല്ല ഭംഗിയല്ല. അതുപോലെ തന്നെ ബാക്കിലും കുറേ സാധനം ഉണങ്ങിയിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോവാണ്. ഇത് കോൺഫ്ലവറിൻ്റെ സീഡ് ഹെഡാണ്. ഞാൻ ആദ്യം കുറേ കൊല്ലം ഞാൻ വെക്കുമായിരുന്നു ഇതിങ്ങനെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഞ്ച് എന്ന് പറഞ്ഞ ഒരു മഞ്ഞ കളർ കിളിയുണ്ട്. ഫിഞ്ചിന് ഏറ്റവും ഫേവറേറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാത്തിനും ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതിന്റെ വിത്ത്. അത് കാരണം അതിനെ ഭക്ഷണമായിട്ട് ഞാൻ വെക്കുമായിരുന്നു. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുഴുവൻ നിലത്ത് വീണ് മുളച്ച് എനിക്ക് ഇതിന്റെ തൈന്റെ അയ്യര് കളിയാണ്. ഞാൻ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അതും എല്ലാം പിങ്ക്. അതിൻ്റെ അടുത്ത് പിന്നെ ഇതേ ബാക്കിലൊക്കെ നോക്കിക്കണ്ടാണ് അതൊക്കെ തന്നെത്താനെ മുളച്ചേക്കുന്നതാണ്. ഇനി എനിക്കിത് വേണ്ട ഈ പിങ്ക് കോൺഫ്ലവർ. അത് കാരണം ഞാൻ ഇത് പിന്നെ നിലത്ത് വീഴുന്നതിന് മുന്നേ തന്നെ
ഇതൊക്കെ വെട്ടിക്കളയാൻ പോകും. ഒരു നല്ല പിങ്ക് ജമന്തിയാണ് മുട്ടിട്ട് വെപ്പുണ്ട്, അതൊന്നും കാണാൻ പറ്റില്ല ഈ വൃത്തിയുടെ കാരണം. അപ്പം അങ്ങനെ ഒരു ജനറൽ മെയിൻ്റനൻസ് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്നത്. കല്യാണ സൗഗന്ധികം എന്നാണ് തോന്നുന്നു പറയുന്നത്. നാട്ടിലെ പൂ ഇതിലൊക്കെ മുട്ടിട്ട് വന്നിട്ടുണ്ട്, കുറേ ജമന്തി ഉണ്ട്. ഇത് മുഴുവനും പണ്ടത്തെ വീഡിയോയിൽ നല്ല ഭംഗിയാ നിപ്പുണ്ടായിരുന്നു. ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ആ ഹെയിൽ സ്റ്റോമും കാട്ടത്ത് മഴയത്തൊക്കെ ഫുള്ള് താഴേക്ക് വീണു. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ പോലും വരുന്നില്ല. നിറച്ച് പൂവും മുട്ടുമുണ്ട്, പക്ഷെ ഫുള്ളിങ്ങനെ വാ വിളിച്ച പോലെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ കുളത്തിൽ വയ്ക്കാൻ 4-5 താമര ഉണ്ടായി, അതോടെ കഴിഞ്ഞു. ഇതിൽ തവള ഒരു 5-6 തവള ഹോൾ ഫാമിലി താമസിക്കുന്നുണ്ട്. മെയിനായിട്ട് കാണിക്കേണ്ടത് എനിക്ക് ഇതാണ്. ഇത് കണ്ടോ ഈ ബിഗോണിയ, ഇത് ഞങ്ങൾ വിചാരിച്ചത് കംപ്ലീറ്റ് ചത്തുപോയിന്നാണ്. ഇത് പുറത്ത് അല്ല വയ്ക്കുന്നത്, നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കും. ഉള്ളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഫുള്ള് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വിൻ്ററിൽ. ഇതെന്തായാലും തിരിച്ചു വരില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഭാഗ്യത്തിൽ നന്നായിട്ട് വന്നു. ഫുൾ നിറച്ച് പൂട്ട് നിൽക്കുക, കണ്ടില്ലേ. അപ്പോൾ ക്ലീനപ്പ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ബേസിക് ഓവർഗ്രോൺ ആയ സാധനങ്ങളും എനിക്ക് വിത്ത് ഫീനിട്ട് തന്നെത്താനെ മുളച്ച് വരാത്ത സാധനങ്ങളും മാത്രം ക്ലീനപ്പ് ചെയ്തിട്ടു. അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഗാർഡനിൽ വളരെ കുറവ് സമയമാണ് ഇക്കൊല്ലം സ്പെൻഡ് ചെയ്തേക്കുന്നത്. എന്നിട്ടും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് സോ മെനി ഫ്ലവേഴ്സ് അറ്റ് ദിസ് ടൈം ഓഫ് ദ ഇയർ. കണ്ടിട്ട് നല്ല സമൂസ കേട്ടോ. എണ്ണ തീരെയില്ല, അതുകൊണ്ടാണ് വാങ്ങിയത്. കണ്ടില്ലേ, ഇതിവിടെ അനിയൻ സമൂസ കാണുമ്പോൾ ഒരു സുഖം. കണ്ടില്ലേ, എണ്ണയൊന്നുമില്ല തീരെ. ബിജു മുടി വെട്ടാൻ പോയതാ, അതെൻ്റെ അടുത്തുള്ള ഇന്ത്യൻ കടയിൽ നിന്ന് ഓണിയൻ സമോസ കണ്ടപ്പോൾ വാങ്ങിച്ചു കൊണ്ടു. നമുക്കിവിടെ മറ്റേ നോർത്ത് ഇന്ത്യൻ മറ്റേ വലിയ സമോസയെല്ലാം ഉണ്ടാവും, ഉരുളക്കിഴങ്ങ് വെച്ച്, അത് മാത്രമേ കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് കുറേശ്ശെ കെട്ടി തുടങ്ങി. സ്വാദുണ്ട് കേട്ടോ, ഞാൻ കഴിച്ചു നല്ല സ്വാദുണ്ട്, കുഴപ്പമില്ല. നല്ല ക്രിസ്പി ഫ്രഷായി ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഉള്ളിലതേ നമ്മുടെ നാട്ടിലെ സ്ഥിരം ഓണിയൻ സമോസ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിട്ട് കഴിക്കുമ്പോൾ. ഇത് നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും. നമ്മൾ മുരിങ്ങയിലയുടെ തോരൻ ഉണ്ടാക്കുമ്പം ഒരു മുട്ട അവസാനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്വാദാണ്. നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ബേസിക്കലി ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോകുന്നതിന് ജസ്റ്റ് മുന്നെയാണ് മുട്ട ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ജസ്റ്റ് ചൂടാക്കുകയാണ് കഴിക്കുന്നതിന് ജസ്റ്റ് മുന്നേ. ഇത്തിരി എണ്ണ അതൊക്കെ എല്ലാം കൂടെ ഒന്ന് വെച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുമ്പം എൻ്റെ വായിൽ വെള്ളം വരാൻ വെച്ചിട്ട് അത്രയ്ക്ക് നല്ല സ്വാദാണ്. മുരിങ്ങയിലേക്ക് തന്നെ നല്ല സ്വാദാണ്. അപ്പം ഈ മുട്ടയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ജസ്റ്റ് മുട്ട കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നിർത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയായി. ഇതിപ്പം ആക്ച്വലി നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറികൾ കൊണ്ടുള്ള ഊണാണ്. മോരൂട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളരി വീട്ടിലെയാണ്. ഈ കാണുന്നത് ഇന്നലത്തെ പീച്ചിങ്ങ തോരനാണ്. നമ്മളുണ്ടാക്കിയ മുരിങ്ങ പീച്ചിങ്ങ വീട്ടിലെയാണ്. മുരിങ്ങയെല്ലാം നമ്മൾ കണ്ടു. ചീരാൻ കുറച്ചേ എടുത്തുള്ളൂ, ബിക്കോസ് ഇത്രയും തോരനുള്ളതുകൊണ്ട്. ഓഫ് കോഴ്സ് മീൻ വറുത്തേക്കണം. ഇത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്ന മീനാണ്, ബറമുണ്ടി എന്ന് പറഞ്ഞിട്ട്. ഇതാ ഇങ്ങനെ ഇരിക്കും. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ഫ്രഷ് നാട്ടിലെ മീനിൻ്റെ ഒരു സ്വാദുണ്ട് കേട്ടോ അതിന്. അപ്പം ഞാൻ കുളിച്ചു വന്നു. പക്ഷേ നേരത്തെ ഗാർഡനിൽ പണി ചെയ്യുമ്പം എനിക്കൊന്ന് എൻ്റെ കഴുത്തിൽ എവിടെയോ ഒരിത്തിരി ഉളുക്കിയിട്ടുണ്ടെന്ന്. ഐ ക്യാൻ ഫീൽ ദ സ്ട്രെച്ച്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ഇതൊരു ഹീറ്റിംഗ് പാഡാണ്. കണ്ടോ, ഇങ്ങനെ ചുറ്റും കഴുത്തിന് ചുറ്റും നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ആക്ച്വലി റാപ്പ് ചെയ്തൊക്കെ നമ്മൾ ശരിക്കും ഷോൾ ഇടുന്ന പോലെ ഇങ്ങനെ കയറ്റി വെക്കാം കഴുത്തിന് ചുറ്റും. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചൂടാവുന്ന എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു സാധനമുണ്ട്. ബീൻ ബാഗിൻ്റെ ഒക്കെ ഉള്ളിൽ ഉണ്ടാവുന്ന പോലത്തെ എന്തോ സാധനമാണ്. അല്ല, ഇത് ആമസോൺ വാങ്ങിച്ചാണ്. ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. ഇത് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്ന ഹീറ്റ് പാഡാണ്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മൈക്രോവേവിൽ ഫുഡ് റെസിഡ്യൂ ഒന്നും തൊടാൻ പാടില്ല എന്ന്. ഇത് നിങ്ങളുടെ മൈക്രോവേവിന് അനുസരിച്ചിട്ട് അവർ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. എൻ്റെ മൈക്രോവേവിന് ഇറ്റ്സ് ഐ തിങ്ക് 2 minutes ചൂടാക്കിയാൽ മതി. നന്നായിട്ട് ചൂട് റീറ്റെയിൻ ചെയ്ത് നിൽക്കും. എന്നിട്ട് കഴുത്തിന് വെച്ച് ചുറ്റിയാൽ മതി. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇത് ചൂട് പിടിക്കുന്നത്. സാധാരണ നമ്മളടുത്തുണ്ടായിരുന്ന ഒരു മറ്റേ ഇലക്ട്രിക് പ്ലഗിൻ ചൂട് പിടിക്കുന്ന സാധനമായിരുന്നു. അതിനിങ്ങനെ ഇത്തിരി പഴയതാണ്. കാരണം കഴുത്തിന് ചുറ്റാൻ പറ്റുന്നതല്ല, പുറത്തൊക്കെ വെക്കുന്ന ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത്. അത് കറക്റ്റ് കഴുത്തിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയ്ക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾക്ക് തവണ ആ ഒരു ആപ്പിൾ മരത്തുനിന്ന് 30 pounds ഓഫ് ആപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 30 pounds എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 13.3 kilo ആണെന്ന്. ഞാൻ 30 pound എന്ന് പറഞ്ഞില്ലേ, അത് ദിസ് ഇസ് ആഫ്റ്റർ ഐ ലോസ്റ്റ് ലൈക്ക് 70 apples. ഞാൻ പറഞ്ഞ ആദ്യം മുരിങ്ങ കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ ഹെയിൽ സ്റ്റോം ഉണ്ടായിരുന്നു. ആ ഹെയിൽ സ്റ്റോമിൽ കുറേ താഴെ വീണ് പോയി. ഈ കാണുന്ന ആപ്പിൾ മുഴുവൻ ഞാൻ കൈവച്ച് മരത്തുനിന്ന് പറിച്ചാണ്. എന്നിട്ടും ഇതേ കണ്ടില്ലേ കേട്. ആക്ച്വലി ഇത് 30 pounds അല്ല കാണുന്നത്. നമ്മൾ കുറേ കഴിച്ചു, കുറേ ഫ്രണ്ട്സിന് കൊടുത്തു, എന്നിട്ടും ബാക്കിയുള്ളതാണ്. പലതും ഇങ്ങനെ കുത്തുണ്ട്. ഇത് ഒരു മോട്ട, പേര് മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് ആപ്പിൾ സ്പ്രേ ചെയ്യണം. 2 തവണ ഞാൻ സ്പ്രിങ്ങിൽ സ്പ്രേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫ്രണ്ട് ഇതിനൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലം കാവലിൻ ക്ലേ എന്ന് പറഞ്ഞ സാധനം സ്പ്രേ ചെയ്യാനായിട്ട്.
അതൊന്ന് അടിച്ചു നോക്കണം. കണ്ടോ, നല്ല പെർഫെക്റ്റ്ലി ഷേപ്ഡ് ആപ്പിളാണ്. പക്ഷേ ഞാൻ സ്പ്രേ ചെയ്യുന്ന കാര്യം പലവണയും പറഞ്ഞിട്ടുണ്ട്, കെമിക്കലൊന്നും അല്ല, ഇത് ഫുഡ് ഗ്രേഡ് പെസ്റ്റിസൈഡാണ് സ്പ്രേ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, കടയിൽ കിട്ടുന്ന ആപ്പിൾ പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ എന്തോരം സ്പ്രേ ചെയ്യുന്നുണ്ടാവും കേട്ടോ. നല്ല സ്വാദുള്ള ആപ്പിളാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട്സ് ഗോണ ഹാപ്പൻ. ആ സൈഡ് മുഴുവൻ ചീഞ്ഞ് വരും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആ മോത്ത് കോഡ്ലിങ് മോത്ത് അങ്ങനെ എന്തോ അതിൻ്റെ പേര്, ആ മോത്ത് കടിച്ചതാണ്. മോത്ത് ആദ്യം മുട്ടയിടാൻ വേണ്ടി ഇടുന്നതാണ്. പക്ഷേ അതിനുള്ളിൽ ജീവിക്കാൻ പറ്റില്ല, ഇതിനുള്ളിൽ തന്നെ നിന്നിട്ട് അത് ചത്തുപോകും. അപ്പം ഇതിൽ ഒരു ലൈവ് ക്രീച്ചർ ഒന്നുമില്ല. അത് പക്ഷേ കുത്തിയ പാടാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗം ചെത്തിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ പെർഫെക്റ്റ്ലി നോർമൽ ആപ്പിൾ. ഇത് ഞാൻ നമ്മൾ കൊണ്ട് യൂസ് ചെയ്യും. ഇത്രയും കേടായില്ലേ, ഇതും ഞാൻ യൂസ് ചെയ്യുന്നില്ല, കളയാൻ പോവാണ്. ഞാൻ ഇത്തിരി നമുക്ക് മുറിച്ച് കഴിക്കാൻ പറ്റുന്ന കുറച്ചധികം കേടില്ലാത്തത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ആപ്പിൾ വെച്ചിട്ട് ഞാൻ ആപ്പിൾ സൈഡർ ഉണ്ടാക്കാൻ പോവാണ്. ആപ്പിൾ സൈഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോളിൽ സിനോണിമസ് ആയിട്ടൊരു ഡ്രിങ്കാണ്. നല്ല ഡ്രിങ്കാണ്. ഞാൻ ഇതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഇൻസ്റ്റന്റ് ബോട്ടിൽ ഉണ്ടാക്കാമെന്നാണ് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇപ്പം ആവശ്യം വന്നതുകൊണ്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇത്രയും ആപ്പിൾ നമ്മൾ കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി ഉള്ളതാണ് ഇതിൽ വെച്ചേക്കണേ. എൻ്റെ ഒരു 8 ക്വാർട്ടാണ്. അതിൽ ഓൾമോസ്റ്റ് 4.5 ലിറ്ററിൻ്റെ അത്ര ആ ലൈൻ വരുന്ന ദാറ്റ്സ് ഈക്വൽ ടു ലൈക്ക് 13 കപ്സ് അത്രയുണ്ട് ആപ്പിൾ. ബിജു എന്നെ സഹായിച്ചിരുന്നു മുറിക്കാൻ. ചില സ്ഥലത്തൊക്കെ നമ്മൾ കോഴിക്കോട് വീട്ടിലുണ്ടായ സിനമനാണ്. അത് നല്ല സ്ട്രോങ് സിനമനാണ്, ഇന്ത്യൻ സിനമനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ മെക്സിക്കൻ ചുരുണ്ട് തിന്നായിട്ടുള്ള യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും ഫ്ലേവറിനാണ്. കാരണം ഞാൻ ഇത്രയും കഷ്ണം, ടോട്ടലി ഇത്രയും കഷ്ണം ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ക്ലോവ് അല്ലെങ്കിൽ ഗ്രാമ്പു, 1 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാണ്. പിന്നെ ഇവിടെ ഈ ഓൾ സ്പൈസ്, ഇതൊരു ബെറിയാണ്, ഓൾ സ്പൈസ് ബെറി എന്ന് പറയും, അതിൻ്റെ പൊടി. ഇതൊക്കെ ഇത് അത്ര എസെൻഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 ടീസ്പൂൺ കഷ്ടി. ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ. ഇതിന് ആപ്പിൾ എന്തായാലും മധുരം ഉണ്ട്, അപ്പോൾ അധികം വേണ്ട. പിന്നെ ഇത് കവർ ചെയ്യാനുള്ള അത്രയും ചൂടുവെള്ളം. നമ്മൾ 10 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ 5 ലിറ്ററിൻ്റെ അടുത്ത് വരെ ഇത് പൊന്തിക്കിടക്കുകയാണേ. ബിജുവിന് ഭയങ്കര നിർബന്ധം ഇഞ്ചി ഇടണമെന്ന്. അപ്പോൾ നമ്മൾ വലിയൊരു കഷ്ണം ഇഞ്ചി റഫ്ലി തൊലി കളഞ്ഞിട്ട് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. ഇനി മാനുവലിൽ നമ്മൾ 20 മിനിറ്റ്സ് വെക്കാൻ പോകും. അത് നമ്മൾ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റ്സ് ആയി. നിങ്ങൾക്ക് എനിവെയർ ഫ്രം 5 to 10 മിനിറ്റ്സ് അത് സെൽഫ് നാച്ചുറൽ റിലീസിൽ സ്റ്റീം റിലീസ് ചെയ്യാം. ബാക്കി കുറച്ചും കൂടി സ്റ്റീം ഉണ്ടാവും. അത് അപ്പോൾ സ്റ്റീമൊക്കെ കംപ്ലീറ്റ് പോയി. എല്ലാം മണം കേട്ടോ. ഇതൊക്കെ വെന്തെന്നൊക്കെ കംപ്ലീറ്റ് വെന്തടിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ 20 മിനിറ്റ് വെച്ചുകൊണ്ട് ഇളക്കുമ്പം തന്നെ, സാധാരണ മാഷർ വെച്ച് ചെയ്യണം, പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഈ ഇളക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി അതങ്ങ് ഇങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് ജസ്റ്റ് മാഷ് ചെയ്താൽ കുറച്ചും കൂടി എനിക്കൊന്ന് ഇതിൻ്റെ ഫ്ലാറ്റ് സർഫസ് ഉള്ളത് നല്ലതായിരുന്നു. നല്ല മണം കേട്ടോ. ശരിക്കും ആ സ്പൈസിൻ്റെ ഒക്കെ മണം ശരിക്കും അറിയുന്നുണ്ട്. ഇത് ഏത് ടൈപ്പ് ആപ്പിൾ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുണ്ടാക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് മിക്സ് ചെയ്ത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ആപ്പിളേ. ഇത് നമ്മൾ കുറേ ശരിക്കും മാഷ് ചെയ്തു. 5 ലിറ്റർ ഓൾമോസ്റ്റ് ഉണ്ട്, 14 കപ്പ് ആക്ച്വലി, അത്രയും സാധനമുണ്ട്. അത് ഫിൽറ്റർ ചെയ്യണം. ഞാനിത് ഇത്തിരി ഏറ്റവും മാക്സിമം അച്ചല്ല, കുറച്ചും കൂടി മാക്സിമത്തിന് ചെറിയ ഉള്ള ഓട്ടയുള്ള അരിപ്പയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇത് എനിക്ക് പറ്റില്ല, ബിജുവിനെ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകണം. ഞാൻ പോയിട്ട് ക്യാമറ ചെയ്യട്ടെ. ഓക്കെ, കുറേശ്ശെ ഒഴിക്കുകയാണ് നമ്മൾ. നല്ല ചൂടിന് ഇത് ചെയ്യാനായിട്ട് ഈ അരിപ്പയല്ല, നല്ല വലിയ അരിപ്പ അല്ലെങ്കിൽ വലിയ സ്ട്രെയിനർ അതുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരുന്നു പ്രോസസ്സ്. ഇപ്പം നമ്മൾ ഈ ചെറിയ അരിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു അതിൻ്റെ പൾപ്പിൽ നിന്ന് കുറച്ചും കൂടി ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കി സ്ക്വീസ് ഔട്ട് ചെയ്യേണ്ടി ആവശ്യം വരുന്നുണ്ട്. നമ്മൾ വേറെ പാത്രം വെച്ച് അതിലേക്ക് കൊട്ടുകയാണ്. അരിപ്പ ചെറുതായതുകൊണ്ടാണ് ഈ പാത്രത്തിലേക്ക് വീണു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോർണറിൽ കൂടി വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെറിയ അരിപ്പായതുകൊണ്ട് ബാച്ചായിട്ട് ചെയ്യണം. ഇത്രയും അതിന് റെസിഡ്യൂ ഉണ്ട്. ഇതിലും വെള്ളം വേണമെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടി ജ്യൂസ് ബാക്കിയുണ്ടെന്ന് കേട്ടോ. അതെ, ഇത്രയും ആപ്പിൾ സൈഡറും ഉണ്ട്. അല്ല ചൂടതാ, അതന്നെ ഞാൻ കുറച്ചേ കൂടി എടുക്കുന്നുള്ളൂ. നിങ്ങൾ കളറ് കാണിക്കാനായിരുന്നു, കണ്ട അടിപൊളി. മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ആവാം.
ബട്ട് ആ സ്പൈസ് എന്തായാലും പറയാം, നല്ലൊരു കഷായം. പക്ഷെ കഷായത്തിൽ അത്രയും സ്ട്രോങ് അല്ല കേട്ടോ. അല്ല, ഞാൻ പറയുന്നത് ആ കഷായത്തിന്റെ ആ സ്പൈസിനെസ് റൈറ്റ്, അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് കയ്പല്ല പറയുന്നത്, കയ്പൊന്നുമില്ല. ചെറിയൊരു പുളിയുണ്ട്. നമ്മൾ ഉപയോഗിച്ച ആപ്പിളിന് ചെറിയ പുളിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. പുളിയുണ്ട്, മധുരമുണ്ട്. ഇത് ചൂടോടെ ഒഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മൾ വൈകുന്നേരം സ്നാക്കിന് മധുരക്കിഴങ്ങും ഉള്ളിച്ചമ്മന്തിയാണ് കഴിക്കാൻ പോണേ. ഉള്ളിച്ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കില്ലേ, ആ കപ്പയ്ക്ക് പകരം മധുരക്കിഴങ്ങാണ്. ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കണ്ടുപിടിച്ചാണ്. അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന സ്ഥിരം സ്വീറ്റ് പൊട്ടേറ്റോ അല്ല. സ്ഥിരം കിട്ടുന്ന സ്വീറ്റ് പൊട്ടേറ്റോ ഞാൻ താങ്ക്സ് ഗിവിംഗ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കുറെ കൂടി വലുതാണ്. പിന്നെ ലൈറ്റ് കളർ സ്കിന്നായിരിക്കും കുറച്ചും കൂടി. പിന്നെ ഉള്ളില് ഓറഞ്ച് കളറായിരിക്കും. ഇത് ഉള്ളില് വെള്ളയാണ്, പുറത്ത് ചുമന്ന സ്കിന്നും ആണ്. ഇത് എനിക്കൊന്ന് കൊറിയൻ സ്വീറ്റ് പൊട്ടേറ്റോ എന്നൊക്കെ പറയാനുള്ളത്. ഞാൻ സ്പെസിഫിക്കലി ചെറുതെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വേവിക്കാൻ പോവാണ്. വലുതെടുത്ത് കഴിഞ്ഞാൽ ഉള്ളു വേവില്ല, കാരണം മുറിച്ചിട്ട് വേവിക്കണം. ഞാൻ വെള്ളത്തിൽ വേവിക്കുന്നതുകൊണ്ട് മുറിച്ച് വേവിക്കുമ്പം എനിക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് എൻ്റെ സ്വാദ് കുറച്ച് ഡൈലൂട്ടായി പോവും. അതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചെറുത് വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിത് മൈക്രോവേവിൽ വെച്ച് ചെയ്യാം, കുക്കറിൽ വെച്ച് ചെയ്യാം. എനിക്ക് എളുപ്പം വെള്ളത്തിൽ വെച്ച് തിളപ്പിക്കുന്നതാണ്. നാട്ടിലെ ആൾക്കാർ കണ്ടാൽ ചിരിക്കരുത്, ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ കാന്താരിയാണിത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇക്കൊല്ലം വാങ്ങിച്ച വിത്താണ്. ഇത്തവണത്തെ മുളക് മുഴുവനും ഫ്ലോപ്പായിരുന്നു. എല്ലാം ഒരു ജാതി മുരടിച്ച് തീരെ പൊക്കം വയ്ക്കാണ്ട് ഡ്വാഫ് പോലെ വളരെയാണ് എല്ലാ വെറൈറ്റി മുളകും. ഇത്തിരി ഉള്ളൂ, പക്ഷെ നല്ല എരിവാണ് കേട്ടോ, ഇത്ര പൊടി ഉള്ളെങ്കിലും. ഇതാണ് നമ്മൾ ഉള്ളിച്ചമ്മന്തിക്ക് ഉപയോഗിക്കണേ. സാധാരണ ഉള്ളിച്ചമ്മന്തിയിൽ നമ്മൾ കൊല്ലമുളകാണ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഒരു വ്യത്യാസമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കാന്താരി യൂസ് ചെയ്യണേ. കാണുന്നുണ്ടോ അറിയില്ല, ഈ കിഴങ്ങിന് കുറച്ചും കൂടി ഡാർക്കർ നിറമായി. യൂഷ്വലി നമ്മൾ ഇത് വേവിക്കുമ്പോൾ കളർ കൂടി വരും സ്കിന്നിൻ്റെ. ഇത് കുറച്ചുകൂടി ഡാർക്കർ നിറമാണ്, ഇത് രണ്ടും ലൈറ്റർ നിറമാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഡാർക്കർ നിറം സ്കിന്നുള്ള മധുരക്കിഴങ്ങ് എനിക്ക് കുറച്ചും കൂടി മധുരം കൂടുതൽ. കത്തി വെച്ച് കുത്തി നോക്കി ഇപ്പം സോഫ്റ്റ് ആയിട്ടുണ്ട്. നീ ഒന്ന് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ തൊട്ടൊന്നും ഇരിക്കുന്നു അല്ലേ വേവാനായിട്ട്. വാർത്തു, എന്നിട്ട് അതേപടി നമ്മൾ വച്ചേക്കാണ്. ചൂടാറി കഴിയുമ്പോൾ തൊടുമ്പോഴേക്കും തൊലി നമുക്ക് എടുത്ത് കളയാൻ പറ്റും. നമ്മൾ മുറിച്ചപ്പോഴത്തേക്കും തന്നെ ദേ സ്കിന്ന് പകുതി ഞാൻ വന്നു കുറച്ച് കണ്ടാൽ വരാൻ തുടങ്ങിയത്. നമ്മൾ ജാക്കറ്റ് ഇടുന്ന പോലെ ലിറ്ററലി ഞങ്ങൾക്ക് ഊരാൻ പറ്റും, അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങും ചമ്മന്തിയും റെഡിയായി. മധുരക്കിഴങ്ങ് സാധാരണ ഉരുളക്കിഴങ്ങിനെക്കാട്ടിലും കപ്പയെക്കാട്ടിലും ഒക്കെ കുറച്ചും കൂടി ന്യൂട്രീഷ്യസ്ലി നല്ലതാണ്. Whole30 പോലത്തെ ഡയറ്റുകളിലൊക്കെ ഇതൊരു ഗുഡ് കാർബായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഞാൻ മുടി വെട്ടാൻ പോവാണ്. ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഒരു കൊറിയൻ ഹെയർ സലോണിലാണ് പോണേ. നന്നായിട്ട് വെട്ടുമായിരുന്നു അവർ. അതുമല്ല, എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. എൻ്റെ മുടി ആര് എങ്ങനെ വെട്ടിയാലും നശിപ്പിച്ച് കളയാൻ പറ്റില്ല എന്ന്. പക്ഷേ കഴിഞ്ഞ 2 തവണയായിട്ട് എനിക്കൊന്നും അവിടെ കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നു, പഴയ ആൾക്കാരൊക്കെ പോയിട്ട് കഴിഞ്ഞ 2 തവണയും എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഇതൊരു പുതിയ സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു കൊറിയൻ ഹെയർ സലോണാണ്. കൊറിയൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് US വന്നിട്ട് ഫസ്റ്റ് ടൈം ഐ കട്ട് മൈ ഹെയർ. എനിക്ക് അന്ന് കല്യാണം പ്രമാണിച്ചിട്ട് മുടി നീട്ടി വളർത്തിയായിരുന്നു. ആ സമയത്ത് ഒരു കൊറിയൻ കുട്ടിയാണ് എൻ്റെ മുടി വെട്ടിയത്. ഐ റിയലി ലവ്ഡ് ദാറ്റ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു, ഐ എം ജനറലൈസിങ് ഹിയർ ആൻഡ് വിച്ച് ഐ ഷുഡൻ ബി, ഐ നോ ദാറ്റ്. ബട്ട് ഇൻ ജനറൽ അവർക്ക് നല്ല ഫാഷൻ സെൻസാണ്. ഐ തിങ്ക് നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുന്നതും മുടിയൊക്കെ നന്നായിട്ട് വെക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു കൾച്ചറാണ് അവരുടെ. അപ്പം യൂഷ്വലി അവിടെ പ്രായമായ ഹെയർ ഡ്രസ്സേഴ്സ് പോലും വെട്ടാണെങ്കിൽ പോലും ദേ ഡു എ വെരി ഗുഡ് ജോബ് എൻ്റെ എക്സ്പീരിയൻസിൽ കേട്ടോ, എക്സെപ്റ്റ് ദ ലാസ്റ്റ് 2 times. ഇറ്റ് വാസ് നോട്ട് ബാഡ് ബട്ട് എൻ്റെ മുടിക്ക് കുറച്ചുകൂടി വോളിയം ഉള്ളതാണ് നല്ലത്. പക്ഷേ അത് അവർക്ക് എന്തായിട്ട് പറഞ്ഞിട്ട് മനസ്സിലാവേണ്ടായിരുന്നില്ല, ഭാഷയും അറിയണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു. ഇത് നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പോയി നോക്കാം. അതുകൊണ്ടും അറിയില്ല, ഞാൻ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്തില്ല, ഷാംപൂ ആൻഡ് കട്ട്. പക്ഷേ അവർക്ക് ഡ്രൈ ചെയ്യാണ്ട് വെട്ടാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിവേ ഭയങ്കര ലേറ്റായി. ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി എടുക്കാം. അത് അവർ ബ്ലൂ ഡ്രൈ ചെയ്യാത്തരം വോളിയം തീരെയില്ല. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് വോളിയം ചെയ്യുമായിരുന്നു. ബട്ട് എനിവേ ഇറ്റ്സ് നോട്ട് ബാഡ്. 50 പിന്നെ ടിപ്പും കൂട്ടിയിട്ട് ഞാൻ വെച്ചാൽ കൂടുതലാവുന്നു. ബട്ട് ഷീ ലിറ്ററലി സ്പെൻഡ് 45 to 50 minutes on my hair. അപ്പം അതെന്തായാലും ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി പറയാം കേട്ടോ. എൻ്റെ ഹെയർ കട്ട് ഇൻഡോറിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ബ്ലോ ഡ്രൈ ചെയ്തിട്ടില്ല. അവർ വെറുതെ വെട്ടാൻ വേണ്ടി മാത്രം ഡ്രൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ യൂഷ്വലി ദർ ഇസ് മോർ വോളിയം, കുറച്ചും കൂടി ഫുള്ളായിട്ട് തോന്നും. അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാണ്. ഞങ്ങൾ ഭയങ്കര ലേറ്റായി പാർട്ടിക്ക് പോകാനായിട്ട്. പിജു ഓൾറെഡി പോയി കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.